നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന് ശേഷം UDF നേതാക്കന്മാരാരും താനുമായി ചർച്ച നടത്തിയിട്ടില്ല എന്ന് PV അൻവർ. വരും തെരഞ്ഞെടുപ്പുകളിലും താൻ ഉയർത്തിയ വിഷയങ്ങൾക്ക് എല്ലാ മണ്ഡലങ്ങളിലും 10,000 മുതൽ വോട്ട് ലഭിക്കും. ഇനിയും അത് മനസ്സിലാക്കാത്തവർ അങ്ങനെ നടക്കട്ടെ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനകീയ മുന്നണി എന്ന പേരിൽ സംസ്ഥാനത്തൊട്ടാകെ മത്സരിക്കുമെന്നും PV അൻവർ പറഞ്ഞു. ഈ 140 മണ്ഡലങ്ങളിലും 10,000 തൊട്ട് 15,000 വോട്ട് ഞാൻ ജനങ്ങളുടെ മുന്നിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയത്തിന് അത്രയും ജനങ്ങൾ അതിനെ മിനിമം പിന്തുണക്കുന്നുണ്ട്. ഇനിയും അത് മനസ്സിലാകാതെ ഉറക്കം നടിക്കുന്നവരും ഉറങ്ങിക്കിടക്കുന്നവരും അങ്ങനെ പറഞ്ഞു പോട്ടെ. എന്റെ അടുത്ത് ആരും ചർച്ചയ്ക്ക് വന്നിട്ടില്ലല്ലോ. ഈ പത്രത്തിലും ടിവിയിലും കാണുന്നതിനെ മറുപടി പറയണ്ടല്ലോ. നമ്മളൊരു ജനകീയ മുന്നണി ഉണ്ടാവും. തൃണമൂല ആഡ് ചെയ്യും. നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന സകലമാന ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. സലാമുണ്ട് വിവരങ്ങൾ നൽകാനായി. സലാം, അൻവറിന്റെ UDF പ്രവേശനം ഇപ്പോഴും UDFിനുള്ളിൽ ഒരു ചർച്ചയായി നിലനിൽക്കുമ്പോഴാണ് അൻവർ പുതിയ ഒരു മുന്നണിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അൻവറിന്റെ അടുത്ത നീക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണോ? മറ്റു വിവരങ്ങൾ എന്താണ്? ഈ UDF പ്രവേശനം സംബന്ധിച്ചുള്ള ചർച്ചകൾ, അത്തരം വിവരങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് PV അൻവർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറയുന്നത് ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയല്ലാതെ UDF നേതാക്കൾ ആരും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല. കൂടാതെ ലീഗിനിടങ്ങളിൽ ഈ രീതിയിൽ അൻവറുമായി സഹകരിക്കണമെന്ന തരത്തിൽ ചില അഭിപ്രായം നേതാക്കൾ പറഞ്ഞു. ഇക്കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് UDF നേതാക്കൾ ആരും തന്നെ താനുമായി ബന്ധപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ താൻ ഉയർത്തിയ വിഷയങ്ങൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ പറഞ്ഞാലും 10,000 മുതൽ 15,000 വരെ വോട്ടുകൾ നേടാൻ കഴിയും. ആ ഒരു സാഹചര്യത്തിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജനകീയ മുന്നണി എന്ന പേരിൽ ഒരു പുതിയ മുന്നണി ഉണ്ടാക്കി അതിൽ തൃണമൂൽ തന്നെ ആ മുന്നണിയെ നയിക്കും. അങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് തീരുമാനം എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. കൂടാതെ ചെറുകിട പാർട്ടികളുമായി ഒരു സഹകരണം ഈ മുന്നണി ഉണ്ടാക്കും. അങ്ങനെ അവരെ കൂടി ചേർത്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മറ്റ് UDF പ്രവേശനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊന്നും തന്നെ അദ്ദേഹം അല്ലെങ്കിൽ ഇനി ഭാവിയിൽ ഒരു സഹകരണം UDFിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് കൂടി അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് താൻ ഉയർത്തിയ വിഷയങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ UDFിലേക്ക് കയറാൻ മറ്റു ശ്രമങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. കൂടാതെ താൻ ഉയർത്തിയ വിഷയങ്ങളിൽ ഉറക്കം നടിക്കുന്ന ആളുകൾ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ. താൻ എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജനകീയ മുന്നണി എന്ന പേരിൽ പുതിയ മുന്നണി ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടും. ജനങ്ങൾക്ക് മുന്നിൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ അവതരിപ്പിക്കും എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ CPMന്റെ ഇപ്പോൾ നിലമ്പൂരിൽ ഈ അൻവർ ഫാക്ടർ വർക്ക് ചെയ്തു എന്നുള്ള ഒരു സെക്രട്ടറിയിലെ ചർച്ചയെ സംബന്ധിച്ചുള്ള ചോദ്യത്തിലൂടെ അദ്ദേഹം ഉത്തരം പറയുന്നുണ്ട്. താൻ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായാലും മറ്റു കാര്യങ്ങൾ വനം വന്യജീവി പ്രശ്നങ്ങളൊക്കെ തന്നെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലൊന്നും തന്നെ അവർ ചർച്ച ചെയ്യാനോ ഒന്നും തന്നെ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സാഹചര്യത്തിലെങ്കിലും ഇത്തരം ചർച്ചകളിലേക്ക് കടന്നതിൽ താൻ സന്തുഷ്ടനാണ്. നിലമ്പൂരിലെ ജനങ്ങളോടാണ് നന്ദി പറയുന്നത് എന്നുകൂടി അൻവർ പറഞ്ഞു വെക്കും. ശരി, സലാമാണ് വിവരങ്ങൾ നൽകിയത്.